അമരാവതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ദേവാലയത്തിൽ 1500 വിശുദ്ധരുടെ അനുഗ്രഹത്തിന്റെ ദിനമായിരുന്നു ഇന്നലെ. 15000 കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നത്. പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും രാവിലെ 6:30 ആരംഭിച്ച തിരുശേഷിപ്പ് വണക്കം രാത്രി 11 മണിക്കാണ് അവസാനിച്ചത്. മനുഷ്യനാകുക വിശുദ്ധനാകുക, ഈ പദം വളരെ അർത്ഥമുള്ളത്. ഈ നോമ്പുകാലം മനുഷ്യത്വത്തിലേക്കുള്ളൊരു വിളിയാണ്. അതിനായി 1500 വിശുദ്ധന്റെ സാന്നിധ്യമാണ് ഫോർട്ട് കൊച്ചിയിലെ അമരാവതി സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ കടന്നു വന്നത് 10000 കണക്കിന് വിശ്വാസികളും ജാതിമത വ്യത്യാസമില്ലാതെ കേരളത്തിൽ അങ്ങുമിങ്ങുമായി ഇന്ന് ജനങ്ങൾ വന്നവരെല്ലാവരും ഒരൊറ്റ കാര്യമാണ് പറയുന്നത്: ഇത് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിരുന്നു. വിശുദ്ധരെ തൊടുമ്പോൾ വിശുദ്ധി നമുക്ക് പകർന്നു നൽകും. നമുക്കും വിശുദ്ധരാകാം. പ്രത്യേകിച്ച് മനുഷ്യത്വമുള്ള സ്നേഹമുള്ള ക്രിസ്തുവിന്റെ വിശുദ്ധൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകർക്കായി അനേകരാണ് ജാതിമതഭേദമന്യേ അമരാവതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. നോമ്പുകാലം മനുഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതിനായി 1500 വിശുദ്ധരുടെ വിശുദ്ധ സാന്നിധ്യമാണ് വിശ്വാസികൾക്കായി ഒരുക്കിയതെന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് പോൾ ചെക്കാലക്കൽ പങ്കുവച്ചു. പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന മഹാജൂബിലി വർഷത്തിൽ തപസ് കാലത്തിന്റെ ഈ 2ാം ഞായറാഴ്ചയിൽ 1500 വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും തിരുശേഷിപ്പ് വന്നിച്ചു പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. വിജയസഭയിലുള്ള ഇവരുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മൾ ഈ ദിനത്തെ കൊണ്ടാടി. ഏറെ പ്രത്യേകം നാം ഏവരും ഈ ജീവിത സാഹചര്യങ്ങളിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നും പ്രത്യാശയുണ്ടാകുമെന്നുള്ള, പ്രത്യാശയുള്ളവരായിരിക്കണമെന്നുള്ള വലിയ ആഹ്വാനമാണ് ഇതുവഴി നമ്മൾ നൽകിയത്. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശയുള്ളവരായിരിക്കാം, വിശുദ്ധിയുള്ളവരായിരിക്കാം. നല്ലൊരു തപസ്സുകാലം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിരുന്നുവെന്ന ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകൾ തേടിയെത്തിയവർ സാക്ഷ്യപ്പെടുത്തി.